യുഎസിൽ വീണ്ടും വിമാനാപകടം. രണ്ടുപേരുമായി പറക്കുകയായിരുന്ന ചെറിയ വിമാനമാണ് വടക്കുകിഴക്കൻ ഫിലാഡൽഫിയയിലെ ഷോപ്പിംഗ് സെന്ററിന് സമീപം തകർന്നു വീണത്. ആളപായത്തെപ്പറ്റി വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഫിലാഡൽഫിയ വിമാനത്താവളത്തിൽ നിന്ന് മിസോറിയിലെ സ്പ്രിംഗ്ഫീൽഡ് ബ്രാൻസണിലേക്ക് പോവുകയായിരുന്ന ലിയർജെറ്റ് 55 വിമാനമാണ് പ്രാദേശിക സമയം വൈകിട്ട് 6:30 തകർന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വലിയ അപകടം നടന്നതായി സ്ഥിരീകരിച്ച ഫിലാഡൽഫിയ ഓഫീസ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് റൂസ്വെൽറ്റ് മാൾ പരിസരത്തെ റോഡുകൾ അടച്ചതായും ഇതുവഴി യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു. ബുധനാഴ്ച വാഷിംഗ്ടണിലെ റൊണാൾഡ് റെയ്ഗൻ നാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നതിനിടെ യാത്രാവിമാനം ആകാശത്ത് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് കത്തി പൊട്ടോമാക് നദിയിൽ പതിച്ചിരുന്നു. വിമാനത്തിലെ 60 യാത്രക്കാരും 4 ജീവനക്കാരും ഹെലികോപ്റ്ററിലെ 3 സൈനികരും മരിച്ചിരുന്നു. പോട്ടോമാക് നദിയിൽ മുങ്ങിയ വിമാനവും ഹെലികോപ്റ്ററും പൊക്കിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ് അന്വേഷകർ. പകുതിയിലേറെ മൃതദേഹങ്ങൾ നദിയിൽ നിന്ന് കണ്ടെടുത്തു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും വീണ്ടെടുത്തിരുന്നു.